ഹലോ, വെറൈറ്റി കുക്കിംഗ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കപ്പപ്പുഴുക്കും മീൻ കറിയുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഫസ്റ്റ് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായി ഞാൻ 1/2 കിലോ അയല മീനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വലിയ അയല ആയതുകൊണ്ട് ഞാൻ 3 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാവാൻ വയ്ക്കാം. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകൾ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചേരുവകളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ചേർക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് മതി, അതുകൊണ്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ മസാല മൂപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 4 പുളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പുളിയാണെങ്കിൽ ഒരു 3-4 കൂടെ കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. ഇനി പുളിക്ക് ആവശ്യമായിട്ട് നമുക്ക് ഉപ്പ് ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളൊന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. മീൻകറി റെഡി ആകുമ്പോഴത്തേക്കിനും നമുക്ക് കപ്പയുടെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ കപ്പ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വേവിക്കാൻ വെക്കാം. കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. കപ്പ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിലാകുമ്പോഴത്തേക്കും നമുക്കതെടുക്കാം. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, കുറച്ച് നല്ല ജീരകം, അപ്പോൾ ഇവയെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരപ്പെല്ലാം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതേസമയം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻകറി ജസ്റ്റ് ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയുള്ള കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇന്നത്തെ വീഡിയോസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.